ഹായ് ഓൾ, വെൽക്കം ടു ബയോ ക്ലാസ്. HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ഈ ഒരു എക്സാമിന് വേണ്ടി ഏതൊക്കെ ബുക്ക് നമ്മൾ റെഫർ ചെയ്യണം? എക്സാം നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടായിരിക്കുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം HSA നാച്ചുറൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം, ഫൈനൽ ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവാൻ എന്തായാലും സമയമെടുക്കും, വർഷങ്ങളെടുക്കും. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ടെൻഷൻസ് ഒന്നും നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട. കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ എല്ലാവരും പഠിക്കുക. വളരെ നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏതൊക്കെ ബുക്കാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് പറയാം. നമുക്കറിയാം നമ്മുടെ എക്സാമിന് ടോട്ടൽ 100 മാർക്കിനുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. ഇംഗ്ലീഷിലായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എന്നാൽ പാർട്ട് ബിയിൽ 80 മാർക്കിന് നമുക്ക് നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. ബോട്ടണി, സുവോളജി ആണ് അതിൽ വരിക. അതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ മലയാളത്തിൽ ഈ കണ്ടന്റ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ സിലബസിന്റെ ഒരു പ്രിന്റഡ് കോപ്പി ഉണ്ടായിരിക്കണം. സിലബസിന്റെ ഒരു പ്രിന്റഡ് കോപ്പി നിങ്ങൾ ആദ്യം എടുത്തു വെക്കണം. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരു ബുക്ക് റെഫർ ചെയ്താൽ നമുക്ക് സ്കോർ ചെയ്യാം, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാം നമുക്ക് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് HSA ഉദ്യോഗാർത്ഥികൾക്കായിട്ട്, നാച്ചുറൽ സയൻസ് പരീക്ഷ എഴുതുന്നവർക്കായിട്ട് ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു. പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ആ ഒരു റാങ്ക് ഫയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പകുതിയോളം വരുന്നത് പാർട്ട് എ ആണ്. പാർട്ട് ബിയിലെ കണ്ടന്റ് വളരെ കുറച്ച് മാത്രമാണ് ആ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം, അതും +2 ലെവലിലുള്ള കാര്യങ്ങളാണ് ആ ഒരു റാങ്ക് ഫയലിൽ ഉള്ളത്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് റാങ്ക് ഫയൽ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു റാങ്ക് ഫയൽ നമുക്കിപ്പോൾ ഇല്ല. HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ളൊരു റാങ്ക് ഫയൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഡിഗ്രി തലത്തിലേക്ക്, ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും വന്നിട്ടുള്ളത്. എങ്കിൽ കൂടി +1 +2 ബയോളജിയുടെ മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. +1 +2 ബയോളജിയുടെ മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ പ്രിന്റഡ് കോപ്പി ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ബുക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യാം. +1 +2 ബയോളജിയുടെ മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിർബന്ധമായിട്ടും നമ്മൾ വായിച്ചിരിക്കണം. കാരണം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് ആ ബുക്ക് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. എന്നാൽ നമ്മുടെ ചോദ്യങ്ങൾ കുറച്ചുകൂടി ഡിഗ്രി ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡിഗ്രി ലെവലിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബുക്സ് നമുക്ക് ഇവിടെ നോക്കാം. ബയോടെക്നോളജി, മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, ഈ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് അല്ലേ? എന്നാൽ പലർക്കും ഒരുപാട് സംശയങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ ഒരു ബുക്ക് ബോബി സാറും സിറിൽ സാറും ഒക്കെയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. മഞ്ജുഷ പബ്ലിക്കേഷന്റെ ബുക്കാണ്. വളരെ നല്ലൊരു ബുക്കാണ്. വളരെ സിമ്പിൾ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ഒരുപാട് കണ്ടന്റുകൾ, വെറുതെ ഒരുപാട് പോയിന്റ്സ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉണ്ട്. ഇംഗ്ലീഷിലാണെന്ന് മാത്രം. ഓക്കെ, കാരണം നമ്മുടെ എക്സാമിന് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിലാണ് ഇതിൽ നമ്മുടെ കണ്ടന്റുകളെല്ലാം തന്നെ ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് ഈ ബുക്ക് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മറ്റൊരു ബുക്കാണ് നമ്മുടെ ബയോകെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി. ഈ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് തന്നെ ധാരാളമാണ്. അത്യാവശ്യം എല്ലാ പോയിന്റ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭാസ്കരൻ സാറിൻ്റെ ബുക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബുക്കിനും റേറ്റ് വരുന്നത് ഏകദേശം 200-നും 300-നും ഇടയിലുള്ള ഒരു റേറ്റ് ആണ് ഇതിനൊക്കെ ഉള്ളൂ. അധികം വലിയ എമൗണ്ട് വരുന്നില്ല. ഇനി നമ്മുടെ ആനിമൽ ഫിസിയോളജി, അതുപോലെ എൻഡോക്രൈനോളജി, ഭാസ്കരൻ സാറിൻ്റെ മറ്റൊരു ബുക്കാണ്. മഞ്ജുഷ പബ്ലിക്കേഷൻ്റെ തന്നെയാണ് ഈ ബുക്ക്. ഇതിലും നമ്മുടെ സിലബസിൽ പറയുന്ന ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ഈ ബുക്സ് ഒക്കെ നമുക്ക് നമ്മുടെ സോളജി ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
ഇനി ബോട്ടണിയിൽ വരുന്ന ടോപ്പിക്സ് പഠിക്കുന്നതിനായിട്ട് ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ബുക്കുകളെല്ലാം റെഫർ ചെയ്തുകൊണ്ടാണ് HSA നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളും PDF നോട്ട്സും ടെസ്റ്റ് സീരീസും PYQ ഡിസ്കഷനും ലൈവ് സെഷൻസും എല്ലാം നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതും ഏറ്റവും കുറഞ്ഞ പേയ്മെന്റോട് കൂടിയാണ് ഈ ഒരു കോഴ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസിന്റെ റാങ്ക് ലിസ്റ്റിൽ 62 പേര്, വിവിധ ജില്ലകളിൽ നിന്നായി 62 പേരാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ, HSA നാച്ചുറൽ സയൻസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.